MPPT കംപ്ലൈൻറ്റ് വന്നപ്പോൾ ബാറ്ററിയാണ് ആദ്യം ചേഞ്ച് ചെയ്തത്. ഓവർ ചാർജ് വന്നിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്തു. ബാറ്ററിയിൽ പെട്ടെന്ന് വെള്ളം കുറയുന്നത് കണ്ടപ്പോഴാണ് MPPT കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായത്. ഉടനെ ഞങ്ങളത് MPPT വേറെ നല്ലത് കിട്ടാനില്ല, അങ്ങനെ ആശാ പവറിൻ്റെ ഒരു നല്ല പ്രോഡക്റ്റ് കൊടുത്തു അവർക്ക് 48 വോൾട്ടിൻ്റെ. അതിനുശേഷം അവിടെ പ്രശ്നങ്ങളില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു നമ്മുടെ എഞ്ചിനീയർ ഷെരീഫ് എഞ്ചിനീയർ അടുത്തും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതും വേറെ ഒരു ചാർജറായിരുന്നു ഇൻവേർട്ടറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതും റീപ്ലേസ് ചെയ്തിട്ട് ഞങ്ങളവിടെ ആശാ പവറിൻ്റെ MPPT ആണ് കൊടുത്തത്. അത് നല്ല പെർഫോമൻസ് ആണുള്ളത്. മാർക്കറ്റിൽ പൊതുവെ ആശാ പവറിന് നല്ലൊരു അഭിപ്രായമാണ്. പല ആൾക്കാരും ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ് ആശാ പവറിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടോ എന്ന്. കാരണം അതിൻ്റെ പെർഫോമൻസും അതുപോലെ പിന്നെ കംപ്ലൈൻറ്റ് തീരെ കുറവാണ്. കംപ്ലൈൻ്റ് ആണ് ഏറ്റവും കുറവ്. അഥവാ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഉടനെ പരിഹരിച്ച് കിട്ടുന്നതുകൊണ്ട് കസ്റ്റമേഴ്സിനും അതുപോലെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും വളരെ സൗകര്യമാണ്. അതുകൊണ്ട് ആശാ പവർ ചെയ്യുന്നതിൽ ഞാൻ വളരെ തൃപ്തനാണ്. നല്ല മാർക്കറ്റും ഉണ്ട് ഇപ്പോൾ.